ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് വോക്സ്വാഗന്റെ പോളോ GT ആണ് വണ്ടി, ഡീസലാണ് വണ്ടി. അപ്പോൾ ഇതിന്റെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദൂരം ഓടി കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ കൂളന്റ് കുറയുന്നു. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങോട്ട് അഴിച്ച് മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇതിന്റെ കൂളന്റ് കുറഞ്ഞു പോകുന്നു. ഏകദേശം കസ്റ്റമർ ഒരു 2 ദിവസമൊക്കെ ഓടി കഴിയുവാണെങ്കിൽ 1.5 ലിറ്റർ ഒക്കെ കൂളന്റ് ഒഴിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു എന്നാണ് കസ്റ്റമർ കംപ്ലൈന്റ്. അതുകൂടാതെ തന്നെ ഇച്ചിരി ലോങ് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ കൂളന്റ് പറയുന്നത്. പക്ഷെ താഴെ ഒറ്റുന്ന പാടോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. അതാണ് കസ്റ്റമർ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത സമയത്ത് ഇതിന്റെ ക്രാങ്കിന്റെ സൈഡിൽ നിന്ന് താഴേന്ന് ടൈമിങ്ങിന്റെ സൈഡിൽ നിന്ന് താഴോട്ട് കൂളന്റ് ഒലിച്ച പാടുണ്ട്. നമ്മൾ ലൈവായിട്ട് കൂളന്റ് ഒലിച്ചിങ്ങനെ താഴോട്ട് ഇറങ്ങിയേക്കുന്ന പാട് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന്റെ ടൈമിംഗ് കവറും കാര്യങ്ങളും എല്ലാം അഴിച്ച് വെച്ചേക്കാണ്. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ നിന്ന് ഇങ്ങനെ കൂളന്റ് താഴോട്ട് ഇങ്ങനെ ഒലിച്ചേക്കുന്ന പാടാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ സൈഡിലും അതുപോലെ തന്നെ മേളിലോട്ട് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ വാട്ടർ പമ്പിന്റെ അവിടെ നിന്നാണ് ലീക്ക്. അപ്പോൾ ഈ കാണുന്ന ലീക്ക് അത് നോക്കിയാൽ മനസ്സിലാവും. ഈ കാണുന്ന ലീക്കാണ് ഈ കുറച്ച് ഓടി കഴിയുമ്പോഴത്തേക്ക് കൂളന്റ് കുറയുന്ന ഒരു കംപ്ലൈന്റ് വരുന്നത്. ഇങ്ങോട്ട് നോക്കിയാൽ കൂളന്റ് ഇങ്ങനെ ലീക്ക് ആയേക്കുന്ന പാട് കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കൂളന്റ് ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. കുറച്ച് ഓടി കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ വണ്ടി നിർത്തുന്ന സമയത്ത് ഓടിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ ഈ കൂളന്റ് ചെറിയ രീതിയിൽ താഴോട്ട് വരും. അങ്ങനെ ചിലപ്പോൾ നമ്മൾ ഓവർ ഹീറ്റ് ആവാനും ഒക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ കംപ്ലൈന്റ് എന്ന് പറയുന്നത്. വാട്ടർ പമ്പാണ് ഇതിന്റെ ലീക്ക് വന്നിരിക്കുന്നത്. ഇങ്ങോട്ട് നോക്കിയാലും ആ ഒരു ലീക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ സൈഡിൽ കൂടെ താഴോട്ട് നമ്മൾ നേരത്തെ കവറൊന്നും അഴിക്കാതെ തന്നെ ഈ സൈഡിൽ കൂടെ താഴോട്ട് കൂളന്റ് ലീക്ക് ആയേക്കുന്ന വെള്ളം ഒലിച്ചിറങ്ങിയേക്കുന്നതിന്റെ പാട് കണ്ടിട്ടുണ്ടെങ്കിൽ കൂടുതലും വരുന്നത് ഇതിന്റെ വാട്ടർ പമ്പിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെ ലീക്ക് ഉണ്ടെങ്കിൽ അഥവാ ആ പാട് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ അത് വാട്ടർ പമ്പ് മാറി വിടുക. ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒറ്റയടിക്കാൻ വാട്ടർ പമ്പ് സ്റ്റക്കാവും. വാട്ടർ പമ്പ് സ്റ്റക്കായി കഴിഞ്ഞാൽ ഈ ടൈമിംഗ് ഏറി സ്റ്റക്കാവും, ടൈം ബെൽറ്റ് പൊട്ടും, അങ്ങനെ എഞ്ചിൻ പിടിച്ച് നിൽക്കാനുള്ള അവസ്ഥയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. കാരണം ഇതിന്റെ ഈ വാട്ടർ പമ്പും ടൈം ബെൽറ്റുമായിട്ട് ബന്ധം ഉള്ളത് കൊണ്ടാണ്. കാരണം വാട്ടർ പമ്പിന് ഡ്രൈവ് കൊടുക്കുന്നത് ഈ ടൈം ബെൽറ്റ് തന്നെയാണ്. ഈ ഒറ്റ ക്യാം, ക്രാങ്ക്, അതുപോലെ തന്നെ ഫ്യൂൽ പമ്പ്, വാട്ടർ പമ്പ്, ഇത്ര ഒറ്റ യൂണിറ്റിലാണ് വരുന്നത്. കാരണം ഇതിന്റെ ടൈമിങ്ങിനകത്ത് തന്നെയാണ് ഇതിന്റെ വാട്ടർ പമ്പും ഫിറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് അതിന്റെ വാട്ടർ പമ്പ്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വാട്ടർ പമ്പിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ വാട്ടർ പമ്പ് സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ ടൈം ബെൽറ്റ് പൊട്ടാനുള്ള ചാൻസ്, അതുപോലെ തന്നെ എഞ്ചിൻ സ്റ്റക്കായിട്ട് നിൽക്കാനുള്ള ചാൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിന്റെ ടൈമിംഗ് കൂടെ നമുക്ക് നോക്കാം. ടൈമിംഗ് എന്ന് പറയുന്നത് ഇതിന്റെ ക്യാമിന്റെ ക്രാങ്കിന്റെ ടൈമിംഗ് വരുന്നത് ഇവിടെ ഒരു മാർക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ മാർക്ക് ഈ ഹോളുമായിട്ട് കറക്റ്റ് ഈക്വൽ ആയിട്ട് മാച്ച് ആയിട്ട് ഇരിക്കുന്നു. ഇവിടെ ഒരു ടൂൾ ഉണ്ട്. ഈ ടൂൾ വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്പെഷ്യൽ ടൂൾ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു മാർക്കിന് നേരെ ഈ ഒരു ഭാഗം വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ക്രാങ്കിന്റെ ടൈമിങ് കിട്ടും. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ക്യാമിന്റെ ടൈമിങ് നോക്കാം. ക്യാമിന്റെ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ട് ഒരു ഹോൾ വരുന്നുണ്ട്. ഇതിനൊരു സ്പെഷ്യൽ ടൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഹോൾ വരുന്നുണ്ട് ഇതിനുള്ളിലായിട്ട്. അപ്പൊ ഈ ഒരു അല്ലെങ്കിൽ കറക്റ്റ് ഇങ്ങനെ കയറ്റി അകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ ക്യാമിന്റെ ലോക്കായി. ഇനി പമ്പിന്റെ ലോക്ക് എന്ന് പറയുന്നത് ഇതിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ പമ്പിനൊരു വെട്ട് കാണാം. നമുക്ക് ഈ അല്ലെങ്കിൽ ഇങ്ങോട്ട് ഊരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിനകത്തൊരു ഹോളുണ്ട്. അതിനകത്തെ ഹോളും ഈ ഒരു വെട്ടിന്റെ അകത്തുള്ള ഹോളുമായിട്ട് കറക്റ്റ് മാച്ചിങ്ങിലായിരിക്കണം ഇരിക്കേണ്ടത്. അതായത് ഇങ്ങനെയായിരിക്കണം ഇതിന്റെ ലോക്ക് വരുന്നത്. അതാണ് ഇതിന്റെ പമ്പിന്റെ ലോക്ക്. അതുപോലെ തന്നെ ക്യാമിന്റെ ലോക്ക്, താഴെ കണ്ട ക്രാങ്കിന്റെ ലോക്ക്. അപ്പൊ ഈ കൂളന്റ് കുറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാട്ടർ പമ്പ് ലീക്ക് ആയതാണ് ഇതിന്റെ കൂളന്റ് കുറയാനുള്ള കാരണം. അപ്പോൾ വോക്സ്വാഗൺ പോളോയുടെ കൂളന്റ് കുറയുന്ന ഒരു കംപ്ലൈന്റിനെ കുറിച്ചാണ് നമ്മൾ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. അപ്പൊ ഇങ്ങനെ കുറയുന്നുണ്ടെങ്കിൽ വാട്ടർ പമ്പ് ആവാനായിരിക്കും ചാൻസ് കൂടും. കാരണം വാട്ടർ പമ്പിന്റെ ലീക്ക് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ലീക്ക് വരും, ചിലപ്പോൾ ലീക്ക് വരണമെന്നില്ല. കൂടുതലായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അത് നല്ല കംപ്ലൈന്റ് ആണെന്നുണ്ടെങ്കിൽ തുടക്കം ഇതായിരിക്കും കംപ്ലൈന്റ്. ചെറിയ രീതിയിൽ കൂളെന്ന് പറയും. നമ്മൾ വേറെ എവിടെയെങ്കിലും നോക്കിയാൽ കൂളന്റിന്റെ ഹോസിന്റെ ലീക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ക്രാങ്കിന്റെ സൈഡിൽ നിന്ന് വെള്ളം ഒലിച്ച പാടുണ്ടോ എന്ന് നോക്കുക. കാരണം മീൻസ് ടൈമിങ്ങിന്റെ സൈഡിൽ നിന്ന് താഴോട്ട് ഒലിച്ച പാടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ പാടുണ്ടെങ്കിൽ ടൈമിംഗ് കവർ ഇളക്കി നോക്കുക. വാട്ടർ പമ്പ് തന്നെയായിരിക്കും അതിന്റെ കംപ്ലൈന്റ് ആയിട്ട് വരുന്നത്. വാട്ടർ പമ്പ് ആണ് എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് തന്നെ വാട്ടർ പമ്പ് മാറി വിടുക. ഇല്ലെന്നുണ്ടെങ്കിൽ വാട്ടർ പമ്പ് സ്റ്റക്കായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബെയറിംഗ് സ്റ്റക്കായി കഴിഞ്ഞാൽ ടൈമിംഗ് സ്റ്റക്കാവും. ടൈമിംഗ് സ്റ്റക്കായി കഴിഞ്ഞാൽ ബെൽറ്റ് പൊട്ടിപ്പോയിട്ട് നേരെ വാൽ പിടിച്ച് എഞ്ചിൻ മണിയിലേക്കൊക്കെ അത് പോകുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിന്റെ ടൈമിങ് നമുക്ക് സ്പെഷ്യൽ ടൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇല്ലാതെ തന്നെ നമുക്ക് ഇതിന്റെ ടൈമിങ് കറക്റ്റ് ആയിട്ട് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വോക്സ്വാഗൺ പോളോ GTയുടെ കൂളന്റ് കുറയുന്ന ഒരു കംപ്ലൈന്റിനെ കുറിച്ച്, അതുപോലെ തന്നെ എഞ്ചിൻ ടൈമിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.